ലാലേട്ടൻ അവിടുന്ന് ഇങ്ങനെ നടന്നു വരുന്നു. അപ്പോൾ തന്നെ നമ്മളിങ്ങനെ നോക്കി നിന്നു. ലാലേട്ടൻ്റെ അടുത്ത് വന്ന് ഇവിടെ നിൽക്കുന്നു, ഷോട്ട് റെഡിയാണ്. ഷോട്ടൊക്കെ വിളിക്കുന്നു. കുറേ നേരം കഴിഞ്ഞിട്ട് കട്ട് വിളിക്കുന്നതാണ് ഞാൻ കേൾക്കുന്നത്. എപ്പോഴെങ്കിലും ലാലേട്ടൻ്റെ കൂടെ ഒന്ന് തല കാണിക്കണം, ലാലേട്ടൻ ഒന്ന് നേരിട്ട് കാണണം, അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. അല്ലാതെ ഇത്രയും വലിയൊരു ഫ്രാഞ്ചൈസിയുടെ ഭാഗമാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ലാലേട്ടൻ വരുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിന്നു പോലും. നമ്മൾ അപ്പോൾ എന്നോട് എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് അമ്മ വിളിച്ച് ചോദിക്കും, ഷൂട്ടുള്ള ദിവസമൊക്കെ വിളിച്ച് ചോദിക്കും, നീ ലാലേട്ടൻ കണ്ടോ, ഇന്ന് ലാലേട്ടൻ കണ്ടോ. എല്ലാവരും അത്രയും എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. ഞാനൊരു ദൃശ്യത്തിന്റെ ഷൂട്ടിന്റെ സമയത്ത് ലാലേട്ടൻ പറഞ്ഞു, ലാലേട്ടൻ ഹൃദയത്തിലുണ്ടായിരുന്നു. അറിയാമനെ ദൃശ്യം പണ്ടിന്റെ ടൈമിൽ നമ്മൾ കട്ട ലാലേട്ടൻ ഫാൻ. എല്ലാ പടവും ഫസ്റ്റ് ഷോ തിയേറ്ററിൽ പോയി കാണുന്നുള്ള മുകളിലാണ് ദൃശ്യം. അതെനിക്ക് ഫസ്റ്റ് ഷോ മിസ്സായി. മാറ്റിനിക്കാണ് ഞാൻ കയറിയത്. അപ്പോൾ ദൃശ്യം കണ്ടിങ്ങനെ തരിച്ചിരുന്നതൊക്കെ നമുക്ക് വൺ എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ. ദൃശ്യം തിയേറ്റർ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ഒരു ഫാമിലി പടമാണെന്ന് എക്സ്പെക്ട് ചെയ്ത് സെക്കൻഡ് ഹാഫിലാണല്ലോ ഇങ്ങനത്തെ ഇതൊക്കെ. അപ്പോൾ അത് വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ആ സമയത്ത് അഭിനയമോഹം പരിപാടിയൊന്നുമില്ല. പക്ഷെ ദൃശ്യം 2 ആകുമ്പോഴേക്കും നമ്മളിങ്ങനെ ട്രൈ ചെയ്യാനൊക്കെ തുടങ്ങി, ഓഡിഷനൊക്കെ പോയി തുടങ്ങി, ഷോർട്ട് ഫിലിം ചെയ്തു. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്, എപ്പോഴെങ്കിലും ലാലേട്ടൻ്റെ കൂടെ ഒന്ന് തല കാണിക്കണം, ലാലേട്ടൻ ഒന്ന് നേരിട്ട് കാണണം, അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. അല്ലാതെ ഇത്രയും വലിയൊരു ഫ്രാഞ്ചൈസിയുടെ ഭാഗമാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ അത് ഭയങ്കര ഹാപ്പി ഇങ്ങനെ ഒരു വിളി വന്നപ്പോൾ. എന്തായിരുന്നു തിയേറ്ററിൽ ദൃശ്യത്തിന്റെ ഒരു റിവ്യൂ പറയാൻ പറഞ്ഞാലുള്ള ഒരു കണ്ടിറങ്ങി അതിന്റെ ഒരു റിവ്യൂ പോലെ, ഐ മീൻ റിവ്യൂ നോട്ട് റിവ്യൂ, ആ ഒരു എക്സ്പീരിയൻസ് വേറൊരാളോട് പറയുകയാണ്. ഓക്കെ, ഇന്നലത്തെ ഷോ ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. കാരണം ഒന്ന്, ലാലേട്ടൻ ആ ഷോയ്ക്ക് ഉണ്ടായിരുന്നു. ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ഫാൻ ഷോ ആണ്. അപ്പോൾ നമ്മളൊക്കെ ലാലേട്ടൻ ഫാൻസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പാലക്കാടൊക്കെ എല്ലാ പടവും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ, സ്കൂൾ മുതലേ കട്ടടിച്ചിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോക്ക് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇന്നലെ എനിക്ക് വന്ന കോളുകൾ മുഴുവൻ, എടാ നീ ലാലേട്ടൻ കണ്ടോ. കോളേജ് ഗ്രൂപ്പിലേക്ക് ഇന്നലെ രാവിലെ 8 മണി മുതൽ തന്നെ ചർച്ചയാണ്. അപ്പോൾ എല്ലാവരും അത്ര ഈക്വലി എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു പടത്തിൽ ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് ലാലേട്ടൻ്റെ കൂടെ തന്നെ ഇരുന്ന് ആ ഷോ കാണാൻ പറ്റി എന്നുള്ളതാണ് ഇന്നലത്തെ എൻ്റെ ഏറ്റവും വലിയ പീക്ക് ഹൈ. അപ്പോൾ പടത്തിൻ്റെ റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇത്രയും ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് പോലും അതിനോടൊപ്പം അല്ലെങ്കിൽ ആ ഒരു ആൻറ്റിസിപ്പേഷൻ ലെവലിലേക്ക് എത്തിക്കാൻ ജിത്തു സാർക്ക് പറ്റിയെന്നുള്ളത് അത് ഭയങ്കര ഒരു അടിപൊളി കാര്യമാണ്. അപ്പോൾ ഓക്കെ, ദൃശ്യത്തിന്റെ സെറ്റില് ഫസ്റ്റ് ഷോട്ട് വെച്ചതിനെ പറ്റിയിട്ട് ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? മോഹൻലാൽ വരുന്നു, ആ ഒരു ഫസ്റ്റ് ഷോട്ട് ലാലേട്ടന്റെ കൂടെ ഉള്ളതായിരുന്നില്ല. ഇപ്പൊ ലാലേട്ടന്റെ കൂടെ ഉള്ള ഫസ്റ്റ് ഡേ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാലേട്ടൻ വരുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിന്നു പോലും. നമ്മൾ അപ്പോൾ എന്നോട് എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് അമ്മ വിളിച്ച് ചോദിക്കും, ഷൂട്ടുള്ള ദിവസമൊക്കെ വിളിച്ച് ചോദിക്കും, നീ ലാലേട്ടൻ കണ്ടോ, ഇന്ന് ലാലേട്ടൻ കണ്ടോ. അതാണ് എല്ലാവരും അത്രയും എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. അപ്പോൾ ലാലേട്ടൻ ഫസ്റ്റ്, അതായത് നമ്മുടെ സീനുള്ള ദിവസം ലാലേട്ടനെ കാണുമ്പോൾ ലാലേട്ടൻ അവിടുന്ന് ഇങ്ങനെ നടന്നു വരുന്നു. അപ്പോൾ തന്നെ നമ്മളിങ്ങനെ നോക്കി നിന്നു. ലാലേട്ടൻ്റെ അടുത്ത് വന്ന് ഇവിടെ നിൽക്കുന്നു, ഷോട്ട് റെഡിയാണ്. ഷോട്ടൊക്കെ വിളിക്കുന്നു. കുറേ നേരം കഴിഞ്ഞിട്ട് കട്ട് വിളിക്കുന്നതാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ അത്ര നേരം ലാലേട്ടനെ തന്നെ നോക്കി നിൽക്കുക. അപ്പോൾ ഇവിടെ അഭിനയിക്കണം എന്നുള്ളതോ നമ്മൾ അതിനാണ് വന്നതെന്നുള്ളതൊക്കെ മറന്നുപോയി. ലാലേട്ടനെ നോക്കി നിൽക്കുക. ലാലേട്ടൻ ഇങ്ങനെ ഫ്രണ്ടിൽ, ലാലേട്ടൻ്റെ കൈ ഇങ്ങനെ ആവുന്നു, അങ്ങനെ ആവുന്നു, എല്ലാം നോക്കി. അപ്പോൾ ഒരു ഫാൻ ബോയ് എന്നുള്ള രീതിക്ക് ലാലേട്ടൻ്റെ ഇത്ര അടുത്ത് കിട്ടി ഇങ്ങനെ ഞാനതങ്ങ് മുതലാക്കി. ഞാൻ കുറെ നേരം ലാലേട്ടനെ ഇങ്ങനെ നോക്കി നിന്നു. അങ്ങനെയായിരുന്നു ഫസ്റ്റ് ഷോട്ട് പോയത്. ജിത്തു സാർ ഇത് കണ്ടിട്ടൊന്നും പറഞ്ഞില്ലേ അഭിനയിക്കടാ? ഇല്ല, ക്യാമറ ബാക്കിലായിരുന്നു, പക്ഷേ സജഷനിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അവിടെ അനങ്ങാതെ നിന്നാൽ മതി. ഞാൻ അവിടെ സുഖമായിട്ട് നിന്ന് ലാലേട്ടനെ നോക്കി അവിടെ നിന്ന്. ഓസ്ലറിലാണെങ്കിലും മമ്മൂക്കേന്റെ ആ ചെറിയ കാലത്ത് മമ്മൂക്കേന്റെ കൂടെ ഒരു പണി തരുന്ന ആ ഒരു സാധനം, ഇപ്പം ദൃശ്യത്തിലാണെങ്കിൽ മോഹൻലാലിന് ഡയറക്റ്റ് കൊടുക്കുന്നില്ലെങ്കിലും പണി കൊടുക്കാൻ വേണ്ടി പോകുന്നു. ഇതിങ്ങനെ ഞാൻ ഇന്ന് രാവിലെ എന്തോ അങ്ങനെ ഒരു ഇതിൽ കണ്ട് ഇങ്ങനെ ഇത് ആലോചിച്ചിട്ടുണ്ടായിരുന്നോ? ഓക്കെ, എന്റെ ഒരു കഥ ഇങ്ങനെയുണ്ടല്ലോ. അല്ല, ഓസ്ലറിലത്തെ പണി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി മറ്റേ വൃത്തികെട്ട പണിയാണല്ലോ. അപ്പൊ ഇത് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദൃശ്യത്തില് ഓക്കെയാണ്. ജേർണലിസം ആണല്ലോ. ജേർണലിസത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജേർണലിസ്റ്റുകൾക്ക് എപ്പോഴും, നിങ്ങൾ ജേർണലിസ്റ്റ് ആണല്ലോ, നിങ്ങൾക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. അത് വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ ഇത് പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജേർണലിസം പഠിക്കുന്ന പിള്ളേരോടൊക്കെ കുറച്ച് ഇങ്ങനെ സംസാരിച്ചത്. അപ്പോൾ അവരൊക്കെ പറഞ്ഞ്, എന്താ പറയുക, അവരുടെ പ്രൊഫസർ പറഞ്ഞു കൊടുക്കുന്ന കാര്യം, ഇപ്പോൾ നമ്മളൊരു ചായക്കടയിൽ പോയിരുന്ന് കുറേ ആൾക്കാരുടെ കോൺവെർസേഷൻ കേട്ട് അതിൽ നിന്ന് വല്ല ത്രെഡ് ഉണ്ടോ എന്നൊക്കെ നോക്കി, അങ്ങനെയൊക്കെ. അപ്പോൾ ജേർണലിസ്റ്റുകൾ എപ്പോഴും ഭയങ്കര ക്യൂരിയസ് ആണ്. അപ്പോൾ ആ രീതിക്ക് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്തിട്ടില്ല. അല്ല ജോർജ് കുട്ടിക്ക് പണി കൊടുക്കണം എന്നുള്ളത് അങ്ങനെ ചെയ്യരുത്. ലാലേട്ടനല്ലേ. ഹൃദയത്തിലെ റോളിനെ കുറിച്ചിട്ട് പ്രണവ് മോഹൻലാൽ പോരട്ടെ. പ്രണവ് മോഹൻലാൽ എന്താ പറയുക, ഞാൻ കുറേ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭയങ്കര ജെന്യൂനായിട്ട്, ഇത്രയും ജെന്യൂനായിട്ട് ഒരാൾക്ക് ഇരിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക്. മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ചു, പ്രണവിന്റെ കൂടെ അഭിനയിച്ചു, മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചു. ഓരോ ലിസ്റ്റുകൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. വാങ്ങി വെച്ചിട്ടുണ്ട്. ബക്കറ്റ് അല്ലു അർജുൻ്റെ കൂടെ അഭിനയിച്ചു. എല്ലാ ബക്കറ്റും ഇങ്ങനെ ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പ്രണവ് മോഹൻലാൽ എന്താ വെച്ചാൽ, നമ്മൾ ട്രാവലിൽ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു വിസ്ഡം ഉണ്ടല്ലോ, കുറച്ച് അറിവുകൾ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ മാത്രം. അപ്പോൾ അതിൽ അവൻ പഠിച്ച സൈക്കോളജിയാണ് പഠിച്ചിട്ടുള്ളത്. കുറേ അധികം ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരെ കാണുന്നതും ലോകത്തിനെ കാണുന്നതൊക്കെ വേറൊരു
ഇതിലാണ്. ഇത്രയും ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒരാളെ നമുക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് അത്ര ജെന്യൂൻ ആവാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിൽ കുറച്ചൊക്കെ എന്തായാലും ഒരു കള്ളത്തരം ഉണ്ടാവും. പക്ഷെ അവൻ ഭയങ്കര ജെന്യൂൻ ആണ്. പുള്ളിന്റെ കൂടെയുള്ളൊരു അഭിനയിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? ഭയങ്കര ചില്ല. അതായത് ഇപ്പോൾ ലാലേട്ടൻ്റെ മോനാണ്, ഇത്ര വലിയൊരു സ്റ്റാറിൻ്റെ മോനാണെന്ന് നമുക്ക് തോന്നുന്നില്ല. പുള്ളി ഭയങ്കര സിമ്പിളായി, ആ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഭയങ്കര സിമ്പിളായിട്ട് അവരുടെ കൂടെ നമ്മുടെ കൂടെ വന്നിരിക്കും, തറയിലിരിക്കും, അവിടെ ഇരിക്കും. പ്രണവ് അവിടെ ഉണ്ടെന്ന് പോലും നമുക്ക് ഫീൽ ചെയ്യില്ല. അങ്ങനത്തെ അത്രയും സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സമയത്ത് നമ്മൾ കുറേ ലാലേട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് ഹൃദയത്തിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത്. ഇതിൽ പ്രണവിൻ്റെ ഒരു കസിൻ ഇപ്പോൾ ഇതിനകത്തും അഭിനയിച്ചിട്ടുണ്ട്, ഈ നിഖിൽ എന്ന് പറഞ്ഞിട്ട്, അവനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്ഥിരം ലാലേട്ടൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ നിഖിലിൻ്റെ വീട്ടിലൊക്കെയാണ് ലാലേട്ടൻ്റെ വീട്ടിൽ ഒരു വട്ടേ പോയിട്ടുള്ളൂ. അന്ന് ലാലേട്ടനെ കാണുകയും ചെയ്തു ആ സമയത്ത്. അന്ന് വിചാരിച്ചിരുന്നു ഞാനിങ്ങനെ ദൃശ്യത്തിൽ അഭിനയിക്കുന്നത്. അതാ ഇപ്പൊ ഞാനൊരു ദൃശ്യത്തിന്റെ ഷൂട്ടിന്റെ സമയത്ത് ലാലേട്ടൻ പറഞ്ഞു, ലാലേട്ടൻ ഞാൻ ഹൃദയത്തിലുണ്ടായിരുന്നു, അറിയാം മോനെ. ആ ഒരു ഫീല്. ദൃശ്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ ഉള്ള ഒരു റോളാണ്. ആക്ച്വലി ആ ക്യാരക്ടർ കുറച്ചുകൂടി ഉണ്ടായിരുന്നോ? സെക്കൻഡ് ഹാഫിലേക്കും കൂടി ആ ക്യാരക്ടർ ഉണ്ടായിരുന്നോ? ഇല്ല, ഇത് നമ്മളോട് ജിത്തു സാർ പറയുമ്പോൾ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിത്തു സാറും ചീഫ് അർഫാസ് വിളിക്കുമ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ മാത്രമുള്ള ഒരു റോളാണ്. അതെന്താ വെച്ചാൽ ഈ സിനിമയ്ക്കകത്ത് നമുക്ക് ചില കാര്യങ്ങൾ എല്ലാ ക്യാരക്ടറിനും ഒരു കംപ്ലീഷൻ ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയില്ലെന്ന്. ഒന്നാമത് വലിയൊരു പടമാണ്, വലിയൊരു സിനിമയാണ്. ഇപ്പൊ സെക്കൻഡ് ഹാഫിൽ വരുന്ന ക്യാരക്ടേഴ്സും അത്രയും ഇതായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് ഇതാ. പക്ഷെ നമ്മൾ ഇത്രയും വലിയൊരു ഫ്രാഞ്ചൈസിയുടെ ഭാഗമാവുന്നു എന്നുള്ളതാണ് അതിൻ്റെ. പിന്നെ ഫസ്റ്റ് ഹാഫിൽ തുടങ്ങി വെക്കുന്നത് ഈ 2 ജേർണലിസ്റ്റ് ആണല്ലോ, ഈ ഒരു അന്വേഷണം പിന്നെയും തുടങ്ങി വെക്കുന്നത്. അപ്പം അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ മാത്രമേ ഉണ്ടായത്. സ്ക്രിപ്റ്റ് ഷൂട്ട് ചെയ്തെല്ലാം വന്നിട്ടുണ്ട്. സന്തോഷം. ഇപ്പൊ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്, നേരത്തെ നമ്മൾ അൻസിബേന്റെ അടുത്തും ലാലേട്ടന്റെ അടുത്തും ഇവരൊക്കെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ പോർഷൻസ് അല്ലാതെ, മീൻസ് സിനിമയുടെ സ്ക്രിപ്റ്റ് അൻസിബയ്ക്ക് മോഹൻലാലിനും അല്ലാതെ വേറെ ആർക്കും അറിയില്ല, അവരുടെ പോർഷൻസ് അല്ലാതെ വേറെ ആരും ഡബ് ചെയ്യുന്ന സമയത്ത് പോലും കണ്ടിട്ടില്ല എന്നുള്ള. അപ്പൊ ഇന്നലെ ആയിരിക്കുമല്ലോ സിനിമ മുഴുവൻ കണ്ടിട്ടുണ്ടായിരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? ഓ, ഇത്രയും വലിയൊരു സസ്പെൻസ്, ആ ഒരു ഫീൽ എങ്ങനെയുണ്ടായിരുന്നു? അതില് നമുക്കെന്താ വെച്ചാൽ ഈ ചെറിയ സാധനങ്ങൾ നമുക്കറിയാം, പക്ഷെ ഫുൾ സ്ക്രിപ്റ്റ് ക്ലൈമാക്സ് ഒന്നും നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു. നമുക്ക് സ്ക്രിപ്റ്റ് തരുമ്പോഴാണെങ്കിൽ നമ്മുടെ ബൈൻഡഡ് ആയിട്ട് നമ്മുടെ സ്ക്രിപ്റ്റിന്റെ പോർഷൻ മാത്രം ഒരു ഫയലിലാക്കിയിട്ട് നമ്മുടെ പേര് എഴുതി തരും. അത് വായിച്ചു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് തന്ന എഡീസിന്റെ തന്നെ തിരിച്ചു കൊടുക്കുക. കാരണം ഇത്രയും ആന്റിസിപ്പേഷൻ ഉള്ള ഒരു മൂവി ആയതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞാനിത് ദൃശ്യം എല്ലാവരും ചോദിക്കും, ഈ അടുത്ത് ഞാൻ എവിടെ പോയപ്പോൾ എന്നോട് ഓടി വന്നിട്ട് ബ്രോ ദൃശ്യം 3യുടെ ക്ലൈമാക്സ് എന്താ ബ്രോ എന്ന് പറഞ്ഞു, റിലീസ് ആവുന്നതിന് മുന്നേ. അപ്പോൾ നമ്മളും അത്രയും ആൾക്കാർ, എല്ലാ പ്രേക്ഷകരും അത്ര എക്സൈറ്റഡ് ആണ്, നമ്മളും അതുപോലെ ഈക്വലി എക്സൈറ്റഡ് ആണ്. ഇത് എന്താണ് ജിത്തു സാർ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞു, നീ നുണ പറയുന്നത് നിനക്ക് അറിയാതെ. എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇന്നലെയാണ് ഞങ്ങളും തിയേറ്ററിൽ നിന്ന് കണ്ടത് ഇതാണ് ഇതിന്റെ ക്ലൈമാക്സ്. ഒരു കണക്കിന് അത് ആക്ച്വലി നല്ലൊരു ഭയങ്കര നല്ല കാര്യമാണ്. കാരണം ഈ ഒന്നാമത് ഇത് മലയാളി പ്രേക്ഷകർ മാത്രമല്ല, ഇന്ത്യയിലും മുഴുവൻ, അതിന്റെ അപ്പുറത്ത് ചൈനയിലൊക്കെ റീമേക്ക് ചെയ്ത് അല്ലെങ്കിൽ കൊറിയനിലൊക്കെ റീമേക്ക് ചെയ്ത സിനിമയാണ്. അപ്പോൾ അത്രയും ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരു മലയാളം മൂവി ഫ്രാഞ്ചൈസ്, ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഇതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മളും തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് കിട്ടുമല്ലോ.